സ്നേഹയാണ്. മ്യൂസിയത്തിനടുത്തുള്ള ATM അതോ 230 ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉടനെ എന്നെ അറിയിക്കണേ. മതി. ജാനി, കൊറേ നേരമായി ഞാൻ ജാനിറ്റിനെ വിളിക്കണു. ഫോൺ സ്വിച്ച് ഓഫ് അല്ലേ? എന്തു പറ്റി? ആണോ? ഞാൻ ശ്രദ്ധിച്ചില്ല. ചിലപ്പോ ചാർജ് തീർന്നു കാണും. ജാനി ആകെ ഭയന്ന മട്ടുണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല. ജാനി എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ മെഡിക്കൽ കോളേജിൽ എന്റെ ഒരു കസിൻ കിടക്കുന്നുണ്ട്, അവിടെ വരെ പോയതാ. ഞാൻ മ്യൂസിയത്തിനടുത്ത് വെച്ച് ജാനിയെ കണ്ടതുപോലെ തോന്നി. ഏയ്, ഞാനങ്ങോട്ടൊന്നും പോയില്ല, നേരെ ഇങ്ങോട്ടാ വന്നത്. എനിക്ക് തോന്നിയതായിരിക്കും. ഹോസ്റ്റലിലേക്കല്ലേ? ആന്റി, ഇതെന്തൊരു ഇരിപ്പാ. ഈ മുറിക്കകത്ത് ഇങ്ങനെ ഇരുന്നാ തന്നെ മനസ്സാകെ ടെൻഷനാവും. നമുക്കിന്ന് പുറത്തേക്ക് കൊണ്ടു പോവാം. അയ്യോ വേണ്ട മോളെ, ഞാൻ എങ്ങോട്ടും വരുന്നില്ല. അത് പറഞ്ഞ പറ്റില്ല. ഞാനിന്ന് ആന്റിയെ കൊണ്ടുപോകും. ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മോക്കറിയാവുന്നതല്ലേ. ഞാൻ സംസാരിക്കുന്നത് പോലും പേടിച്ചാ. ഇങ്ങനെ ആവശ്യമില്ലാതെ പേടിച്ചു തുടങ്ങിയതാ ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം. പേടിക്കാതെ പറ്റുമോ മോളെ? ജീവന് കൊതിയില്ലാത്തവരുണ്ടോ? ആർക്കും ആരെയും ഭയപ്പെടുത്തി ഇല്ലാതാക്കാനൊന്നും കഴിയില്ല ആന്റി. എന്റെ മോൾ ഇവിടുന്ന് പോയത് പോലും പേടികൊണ്ടല്ലേ. അവളെ കൈ കിട്ടിയാൽ ഇവര് കൊല്ലും. ഇവരിപ്പോ നോക്കുന്നത് താരയുടെ സ്വത്തുക്കൾ മാത്രം. എങ്ങനെയും അത് സ്വന്തമാക്കണമെന്നുള്ള ലക്ഷ്യം മാത്രമേ റോണിക്ക് മാലുലങ്കളിനുള്ളൂ. അതെനിക്കും അറിയാം. പക്ഷേ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? അതിനൊരു മാർഗമില്ലെന്ന് വന്നപ്പോഴാ എന്റെ മോൾ ഇവിടെ നിന്ന് ഒളിച്ചോടി പോയത്. അവളെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. അതിനുള്ള നീക്കങ്ങൾ ആന്റി ഞാനിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും നേരിട്ട് ചെയ്യാനും വയ്യല്ലോ. അതാ ഇപ്പോഴത്തെ പ്രശ്നം. എന്റെ മോളുടെ ആയുസിനാപത്തൊന്നും ഇല്ലാതിരുന്നാ മതിയായിരുന്നു. ഇല്ലാത്ത ഒരു അപകട വാർത്തയുണ്ടാക്കി താര കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചിരുന്നു. അത് ഞാൻ തടഞ്ഞു. അപ്പോ ഇൻസ്പെക്ടർക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുത്തത് മോളായിരുന്നു അല്ലേ? മോൾ ഇവിടെ വന്നതാ ഇപ്പൊ എന്റെ ഏക ധൈര്യം. താര എവിടെ കാണുമെന്നതിനെ പറ്റി എന്തെങ്കിലും ഒരു അറിവ് ആന്റിക്കുണ്ടോ? അവൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടാകും മോളെ. അകലേക്ക് എങ്ങും പോവില്ല. എന്നെ ഇങ്ങനൊരു നരകത്തിലാക്കിയിട്ട് പോകാൻ അവൾക്ക് സാധിക്കില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് താരയെ കണ്ടെത്തണം ആന്റി, അല്ലെങ്കിൽ പ്രശ്നമാണ്. ആന്റിക്ക് താരയെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അതെല്ലാം എന്നോട് പറയണം. താരയുടെ ജീവനാണ് നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. എനിക്കറിയാവുന്ന വിവരങ്ങൾ ഞാൻ മോളോട് പറയാം.